പത്തനാപുരം കറവൂരിൽ കടുവയുടെ ജഡം കണ്ടെത്തി. KFDCയുടെ കശുമാവ് തോട്ടത്തിലാണ് ജഡം കണ്ടെത്തിയത്. പ്രായാധിക്യത്തെ തുടർന്നാണ് ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എപ്പോഴായിരുന്നു ഈ ഒരു ജഡം കണ്ടെത്തിയത്? ഫോറസ്റ്റ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടോ? ആതിര, ഇന്ന് വൈകുന്നേരത്തോടു കൂടെയാണ് ഈ പത്തനാപുരം റേഞ്ചിന് കീഴിൽ വരുന്ന കറവൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്ത് ഒരു കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ദിവസങ്ങൾ, അതായത് ചത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു കടുവയുടെ ജഡമാണ് കണ്ടെത്തിയെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു ഈ ജഡം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പ്രായാധിക്യം, അതായത് ഈ പ്രാഥമികമായി ഈ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള, അതായത് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നുമാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കടുവ ചത്തത് എന്നുള്ളതാണ് അവർ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുക എന്നുള്ളതും ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ കശുമാവിൻ തോട്ടത്തിൽ, അതായത് ഫാമിംഗ് കോർപ്പറേഷന്റെ കശുമാവിൻ തോട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഇതൊരു ആശങ്കയുണ്ട്. കറവൂർ മേഖലയിൽ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ഒരു കടുവ അതിന് സമീപത്ത് നിന്നൊക്കെ പിടികൂടുകയും ഒരു പുലിയെ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആളുകളുടെ ഒക്കെ ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ നിരവധി ഈ വളർത്തുമൃഗങ്ങളെ വന്യജീവി പിടികൂടിയിരുന്നു. അതൊക്കെ തന്നെ പുലി എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കടുവ കൂടി ഉണ്ടോ എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇനി രാത്രി പരിശോധന ഉൾപ്പെടെ വനംവകുപ്പ് ശക്തമാക്കുന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത് ലിജോ റോളൻസ് ആയിരുന്നു.